ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ തമ്മിലിൽ സൂചിപ്പിച്ച പോലെ തന്നെ 2 കമ്പനികളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആൻഡ് എത്ര പ്രൈസ് വരെയൊക്കെ ഞാൻ പ്രോഫിറ്റ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്ര ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ മാക്സിമം നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഇത് ഞാൻ പ്യൂർലി ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക മാത്രമാണ്. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് അത്രയും സന്തോഷം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പേര് ഞാൻ ആദ്യമേ പറയുകയാണ്, വലിച്ചു നീട്ടാനൊന്നും വേണ്ടല്ലോ, നമുക്ക് കറക്റ്റ് കമ്പനിയുടെ പേരിലേക്ക് പോകാം. ഫസ്റ്റ് കമ്പനിയുടെ പേര് വിൻറ്റേജ് കോഫി എന്ന് പറഞ്ഞ കമ്പനിയാണ്. വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് എന്ന കമ്പനിയാണ്. നിലവിൽ അതിൻ്റെ പ്രൈസ് 147 റുപ്പീസാണ്. അപ്പോൾ ആദ്യം ഞാൻ 2 കമ്പനികളെ കുറിച്ച് ഒന്ന് സംസാരിക്കാം, എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. ശേഷം ഈ 2 കമ്പനികളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ചാർട്ട്സിലേക്ക് പോകാം, അതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം കമ്പനിയുടെ പേര് വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് ലിമിറ്റഡ് എന്നാണ്. നിലവിലെ പ്രൈസ് 147 റുപ്പീസാണ്. 1980 ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയാണിത്. ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഇൻസ്റ്റൻറ്റ് കോഫി ആൻഡ് ചിക്കോറി. അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ചെറിയ തെറ്റുണ്ടാകും, ക്ഷമിക്കുക. ആൻഡ് നമുക്ക് ഇതിനെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ബിസിനസ്സിനെ മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഈ വിൻറ്റേജ് കോഫി ആൻഡ് ബ്യൂറേ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഏതൊക്കെ കമ്പനികളുടെയാണ്? വിൻറ്റേജ് കോഫി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഡിലക്റ്റോ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ 2 കമ്പനികളുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് വിൻറ്റേജ് കോഫി ആൻഡ് ബ്യൂറേജസ് ലിമിറ്റഡ്. ഇവർ ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ചിക്കോറി ആൻഡ് അതർ ബ്യൂവറേജസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രൈവറ്റ് ലേബലിംഗ് എല്ലാം ചെയ്താണ് വിൽക്കുന്നത്. അതിൻ്റെ നിയോ കഫേ ആൻഡ് വിൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കീഴിലാണ് ഈ വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് എന്ന് പറഞ്ഞ കമ്പനി വിൽക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ മിനി സാഷ പാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. 25 ഗ്രാം, 500 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം എന്നൊക്കെ പറയുന്ന പോലത്തുള്ള പാക്കേജസ് വഴി ഇവർ വിൽക്കുന്നുണ്ട്. ആൻഡ് 1 kg വരെയുള്ളതും 45 ഗ്രാം തൊട്ട് 1 kg വരെയുള്ള പൗച്ചസാണ് ഇവർ വിൽക്കുന്നത്. ഓക്കെ, ഇവിടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ബേസിക്കലി തെലങ്കാനയിലാണ്. 23 ഏക്കർ സൈറ്റിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ളത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് പാക്കേജിങ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തൊരു പ്ലാന്റേഷനാണ് കേട്ടോ. ആൻഡ് ഡിലക്റ്റോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ഇതെന്ന് പറഞ്ഞിരുന്നു. അവരുടെ ഒരു സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം സിംഗൈ പള്ളി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്, തെലങ്കാനയിൽ തന്നെയാണ്. അവർക്ക് 2 ഏക്കർ ഫെസിലിറ്റി അവിടെ ഉണ്ട്. ഡിലക്റ്റോ ഫുഡിന് തന്നെ 2 ഏക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. അവർക്കും ബേസിക്കലി ചിക്കോറി ബേസ് ആൻഡ് ബ്ലെൻഡഡ് കോഫി പ്രൊഡക്ട്സിൻ്റെയാണ് അവരുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, തെലങ്കാന കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇവർ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ കോഫി ഇതേപോലെ പാക്കേജ് ഉണ്ടാക്കുന്നത് മാത്രമല്ലാതെ അവർ കഫേസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നവി മുംബൈയിൽ 2024 ഒരു കഫേ, അവർ റീറ്റെയിൽ കഫേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടെ സ്ട്രാറ്റജിക് മൂവാണ്, എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവാണ്. മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് അവർ റീറ്റെയിലിലേക്ക് നേരിട്ടിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഫേസ് അവർ തുടങ്ങിയത്. ഇവർ പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ റഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നുള്ള രാജ്യങ്ങളിലേക്കാണ് അവർ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഉള്ളത്. അവർ USA, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പുതിയ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ജിയോഗ്രാഫിക് റവന്യൂ. യൂറോപ്പും US നിന്നും 13%, റഷ്യയിൽ നിന്നൊക്കെ 23.45% ആണ് അവർ കിട്ടുന്നത്. ഓക്കെ, പിന്നെ മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഡൊമസ്റ്റിക്, അങ്ങനെ പല രീതിയിൽ നിന്ന് അവർക്ക് വരുമാനമുണ്ട്. ഇതാണ് ഇതിലെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ അനാലിസിസ് ഇതിൽ സ്ക്രീനറി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഗിവ് എ ഗുഡ് റിസൾട്ട്. ഇപ്പം വന്നത് സാമാന്യം നല്ല റിസൾട്ട് തന്നെയായിരുന്നു. പിന്നെ അവർ കോൺസ് കൊടുത്തിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒന്ന് ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്നൊരു കോൺസ്, അതായത് ഒരു നെഗറ്റീവ് സൈഡുണ്ട്. പിന്നെ കമ്പനി ഹാസ് എ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി. ലാസ്റ്റ് 4 ഇയറിൽ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. പിന്നെ പ്രൊമോട്ടർ ഹാസ് പ്ലഡ്ജഡ് ആൻഡ് ഇൻക്യുബേറ്റഡ് ഹോൾഡിങ്ങിലെ കുറച്ച് ഷെയർസ് അവർ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെപ്റ്റർ ഡേയ്സ് കൂടുതലാണ്, ഇതൊരു കുറച്ച് നെഗറ്റീവ്സ് ആണ്. പിന്നെ നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ 2025 102 crores സെയിൽസ് അവർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 84 crores ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 18, ഇത്രയാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 16 crores ആണ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട വേറെ നോക്കേണ്ടത് ബാലൻസ് ഷീറ്റാണ്. പിന്നെ ഇവരുടെ റിസർവ് എന്ന് പറയുന്നത് 177 crores ആയിരുന്നു. ഇക്വിറ്റി ക്യാപിറ്റൽ 176 crores ആണ്. ബോറോയിങ്സ് കടം കുറച്ചിട്ടുണ്ട്, 82 crores ആയിട്ട് കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് 97 ആയിരുന്നു.
ഓക്കെ, ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി -26 ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ഡെപ്റ്റർ ഡേയ്സ് ഇത്തിരി കൂടിയിട്ടുണ്ട്, അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. ഇൻവെൻറ്ററി ഡേയ്സ് 125 ആണ്. ഡെപ്റ്റർ ഡേയ്സ് ഇത്തിരി കൂടിയതാണ് ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്. നമുക്കിനിപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 38.68%, പ്രൊമോട്ടേഴ്സ് തന്നെ 38.68% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ FIAസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. കഴിഞ്ഞ മാർച്ച് സമയത്ത് 3.36 ആയിരുന്ന FIAസിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഇപ്പോൾ നിലവിൽ 3.88 ആയിട്ടുണ്ട്, ലേശം കൂടിയിട്ടുണ്ട്. പിന്നെ DIA 1.86 ആയിരുന്നു. DIAസിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്, അത് 2.55 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. പബ്ലിക് മെയിൻലി ഹോൾഡ് ചെയ്യുന്നത് 54.9% ആണ്. കഴിഞ്ഞ തവണ അത് 55.62% ആയിരുന്നു. പ്രൊമോട്ടേഴ്സും DIAയും ചെറുതായിട്ട് ഹോൾഡിങ്സ് കൂട്ടിയപ്പോൾ നമ്മളെപ്പോലെ സാധാരണ പബ്ലിക് കുറേ റീറ്റെയിലേഴ്സ് ഈ സ്റ്റോക്ക് വിറ്റൊഴിയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പനി വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ചാർട്ട്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. രണ്ടാമത്തെ കമ്പനി ഏതാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം. രണ്ടാമത്തെ കമ്പനി ക്യാൻഫിൻ ഹോംസ് ആണ്. ഓക്കെ, ക്യാൻഫിൻ ഹോംസ്. നമുക്ക് ഇതിൻ്റെ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം കമ്പനി ഇപ്പോൾ ഇന്ന് ക്ലോസിംഗ് പ്രൈസ് 830 റുപ്പീസാണ്. ഓക്കെ, കമ്പനി എന്ന് പറഞ്ഞാൽ ക്യാൻഫിൻ ഹോംസ് ഇസ് എ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. അതായത് കാനറ ബാങ്ക് ആണ് ഈ കമ്പനിയുടെ 29.99% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? ഇറ്റ് പ്രൈമർലി പ്രൊവൈഡ്സ് സ്മോളർ ടിക്കറ്റ് സൈസ്ഡ് ഹൗസിംഗ് ലോൺസ് ടു സാലറീഡ് ആൻഡ് പ്രൊഫഷണൽ എംപ്ലോയീസ്. അതായത് ലോൺസ് ആണ്, ഹൗസിംഗ് ലോൺസ് ആണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? സാലറീഡ് ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ളതും സെൽഫ് എംപ്ലോയിഡ് നോൺ പ്രൊഫഷണൽ ബോറോവേഴ്സിന് ഇവർ ഹൗസിംഗ് ലോണുകളാണ് ഇവർ കൊടുക്കുന്നത്. നമുക്കിവിടെ കീ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് വരാം. അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ക്യാൻഫിൻ ഹോംസിൻ്റെ കീ പോയിന്റ്സിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാൻഫിൻ ഹോംസിന് ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട്. 186 ബ്രാഞ്ച് ഇന്ത്യ രാജ്യം മുഴുവനായിട്ട് ഇവർക്കുണ്ട്. 21 അഫോർഡബിൾ ഹൗസിംഗ് ലോൺ സെൻറ്റേഴ്സും 12 സാറ്റലൈറ്റ് ഓഫീസും ഇന്ത്യയിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. 60% സൗത്ത് ഇന്ത്യ റീജിയനിലാണ് പ്രവർത്തിക്കുന്നത്. വെസ്റ്റിൽ 16%, നോർത്തിൽ 14% ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ 3 സെഗ്മെൻറ്റ്സിലായിട്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് നടക്കുന്നത്. ഒന്ന് ഹൗസിംഗ് ഫിനാൻസ്, രണ്ടാമത് നോൺ ഹൗസിംഗ് ഫിനാൻസ്, പിന്നെ മൂന്നാമത് ഡെപ്പോസിറ്റ്. അതായത് ഫിക്സഡ് ആൻഡ് ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്സ് ഇവർ വാങ്ങുന്നുണ്ട്. ഓക്കെ, കമ്പനിയുടെ ലോൺ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 34,999 കോടിയുടെ ലോൺ ബുക്ക് അവരുടെ കയ്യിലുണ്ട്. അതായത് 2023 കമ്പയർ ചെയ്യുമ്പോൾ 34,053 കോടിയായിരുന്നു. അത് 2024 ആയപ്പോൾ ലോൺ ബുക്കിൽ കുറച്ചും കൂടെ ഇൻക്രീസ് വന്നിട്ടുണ്ട്, 34,999 crores. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇവരുടെ സാലറീഡ് ആൻഡ് പ്രൊഫഷണൽ സെഗ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് 72% ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ. അതായത് സാലറീഡ് ആയിട്ടുള്ള ആളുകൾ പ്രൊഫഷണൽ സെഗ്മെൻറ്റ്സിലാണ് മോസ്റ്റ്ലി ഉള്ള ലോൺസ് ഇവർക്കുള്ളത്. 72% ലോൺസ് അവിടെയാണ്. ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു, അതായത് സൗത്തിലാണ് ഇവരുടെ ഏറ്റവും കൂടുതലുള്ള ലോണും പ്രസൻസും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കമ്പനിയുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് 31,863 കോടിയാണ്. ആ 2023 29,068 കോടിയിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഈ കമ്പനിയായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് അംബാല ഫ്രോഡ് എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. 2024 ഒരു ക്യാൻഫിൻ ഹോംസിൻ്റെ എന്താ പറയുക, ഒരു ഫ്രോഡനൻറ്റ് ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ഇൻറ്റേർണലി സ്റ്റാഫ്സ് നടത്തിയ ഒരു ഫ്രോഡ് കമ്പനിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 22 മന്ത് സെപ്റ്റംബർ മാസത്തിൽ, ജൂലൈ 2023 മാസത്തിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ കമ്പനി സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നിയമ നടപടികളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കമ്പനി നേരിട്ട് ചെയ്ത ഒരു ഫ്രോഡ് എന്നല്ല പറയുന്നത്, കമ്പനിയുടെ സ്റ്റാഫ്സ് കുറച്ച് ആളുകൾ നടത്തിയ ഒരു ഫ്രോഡാണ്. അത് കേസിൻ്റെ വഴി നടപ്പുണ്ട്. ബട്ട് അത് മോസ്റ്റ്ലി അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, ക്യാൻഫിൻ ഹോംസ്. അപ്പോൾ നമുക്കിനി കമ്പനിയുടെ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിയാലേ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സ് ഒന്ന് നോക്കാം. കമ്പനി റവന്യൂ കൂട്ടിയിട്ടുണ്ട്. നോക്കിയാൽ വളരെ നല്ല റിസൾട്ടാണ്. 1,020 കോടിയായിട്ട് 999 നിന്ന് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 1,020 കോടിയായിട്ട്. ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 648 crores ആയിട്ടുണ്ട്. എക്സ്പെൻസ് 91 crores ആണ്. ഓക്കെ, ക്വാർട്ടർലി ഉള്ളത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് നോക്കിക്കളയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ മാർച്ചിൽ 3878 ആയിരുന്നു. മാർച്ച് 2024, 2025 ആയപ്പോൾ മാർച്ച് 2025 3878 crores ആയിട്ട് ഉയരുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 3523 crores ആയിരുന്നു. ഓക്കെ, പിന്നെ കമ്പനി പ്രോഫിറ്റ് ബിഫോർ ടാക്സും കൂടിയിട്ടുണ്ട്, 1,100 കോടി ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 881 crores ആയിട്ടുണ്ട്.
പിന്നെ റിസർവ് നോക്കിയിട്ടുണ്ട്, ഇവർ റിസർവ് കൂട്ടിയിട്ടുണ്ട്, 5041 കോടിയായിട്ട് റിസർവ് കൂടിയിട്ടുണ്ട്. ബോറോയിങ്സ് 35,500, അതൊരു നെഗറ്റീവ്സ് ആണ്, ബോറോയിങ്സ് കൂടിയത് ഇഷ്യൂ ഇല്ല. അപ്പോൾ ആകെ മൊത്തം നോക്കുവാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 993, ഓക്കെ, നെഗറ്റീവിലായിരുന്നത് അത് പോസിറ്റീവായിട്ടുണ്ട് 933. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി -785 crores ആണ്. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി -149. ഓക്കെ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമുക്ക് നോക്കാം. പ്രൊമോട്ടേഴ്സ്, കാൻഫിൻ ഹോംസിൻ്റെ പ്രൊമോട്ടേഴ്സ് തന്നെ 29.99% ആണ്. അത് കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ മാർച്ച് വെച്ച് നോക്കുമ്പോഴും സെയിം തന്നെയാണ്. ഓക്കെ, FIA ഹോൾഡിംഗ് 12.10% ആണ്. DIA ഹോൾഡിംഗ് 24.53% ആണ്. ആൻഡ് പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 33.37% ആണ്. അപ്പോൾ റിസൾട്ട് വലിയ സാമാന്യം മോശമില്ലാത്ത റിസൾട്ടാണ്. അപ്പോൾ ഞാനിതിൻ്റെ ടെക്നിക്കലി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വിൻറ്റേജ് കോഫിയുടെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻറ്റേജ് കോഫിയുടെ ചാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വിൻറ്റേജ് കോഫിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 146 ആണ്. അപ്പോൾ ഞാൻ ഈ ടെക്നിക്കലി പറയുന്നതിന് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഇത് എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ബോധ്യത്തോടെ മാത്രം നിങ്ങൾ കാണുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, IPO സ്റ്റോക്കാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസിൽ കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റ് ടാർഗറ്റായിട്ട് 166 എന്ന റേഞ്ച് വയ്ക്കുക. ആ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ 166 റേഞ്ചിൽ ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് കുറച്ച് സ്റ്റോക്സ് വിൽക്കും. ശേഷം ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഞാൻ പറഞ്ഞു, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കാണ് ഞാൻ നോക്കുന്നത്. ഏതൊക്കെ സപ്പോർട്ട് റേഞ്ച് ഉണ്ടോ ആ റേഞ്ചിലൊക്കെ കുറച്ച് സ്റ്റോക്സ് വാങ്ങുക എന്നുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ആയിരിക്കും ഞാൻ ക്യാച്ച് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് തിരിച്ച് ഇടിഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് റേഞ്ച് 127 ആണ്. ഈ റേഞ്ച് വന്നാൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യും. ആൻഡ് അവിടെ നിന്ന് ഇടിഞ്ഞ് വരികയാണെങ്കിൽ ഭാവിയിൽ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖല 104 എന്നുള്ള റേഞ്ച് ആയിരിക്കും. ഈ രണ്ട് റേഞ്ച് നല്ല സപ്പോർട്ട് സോൺസ് ആണ്. ആൻഡ് എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഈ സ്റ്റോക്കിൻ്റെ 202 എന്നുള്ള റേഞ്ചാണ്. 200 രൂപയ്ക്ക് മുകളിൽ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫ്യൂച്ചറിൽ. സോ അപ്പോൾ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അങ്ങനെയാണ്. എന്തായാലും കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ആഡ് ചെയ്ത് ഞാൻ 166 ആണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുന്നത്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 200. പിന്നെ എൻ്റെ ട്രേഡിംഗ് പ്ലാനിലുള്ളതെന്ന് പറഞ്ഞാൽ, ഇടിഞ്ഞ് വരുവാണെങ്കിൽ രണ്ട് സപ്പോർട്ട് റേഞ്ചിൽ വാങ്ങി ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റിൽ ഫ്യൂച്ചറിൽ റൺ ചെയ്യാമെന്നാണ്. അപ്പോൾ ചിലപ്പോൾ 1 ഇയർ ആവാം, 2 ഇയർ ആവാം, 3 ഇയർ ആവാം. അതെൻ്റെ കൺസേൺ അല്ല. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. ഈ കമ്പനി മികച്ച രീതിയിൽ മുൻപോട്ട് പോകുന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ ഈ ട്രേഡിംഗ് പ്ലാൻ ഫോളോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഞാൻ പറയുകയാണ് കാൻഫിൻ ഹോംസ്. അപ്പോൾ കാൻഫിൻ ഹോംസിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയേ, ഈ ഒരു 813 റേഞ്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റേഞ്ചിൽ ഒന്ന് വാച്ച് ചെയ്ത ശേഷമേ കാൻഫിനിൽ എൻട്രി എടുക്കത്തുള്ളൂ. ആൻഡ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 886 ആണ്. ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഞാൻ ആ റേഞ്ചിൽ കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്ത് 886 വരെ ഫസ്റ്റ് ടാർഗറ്റ് ഹോൾഡ് ചെയ്യും. ആൻഡ് എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 948 ആൻഡ് തേർഡ് ടാർഗറ്റ് 1100 ആണ്. സോ കുറച്ച് വലിയ ടാർഗറ്റുകളാണ് ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഞാൻ കുറച്ച് കാത്തിരുന്ന് പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയ ശേഷം മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. ആൻഡ് ഇതൊരു ഇടിന് താഴെ വരുവാണെങ്കിൽ തന്നെ രണ്ട് സപ്പോർട്ട് റേഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, 748 ആൻഡ് രണ്ടാമത്തെ റേഞ്ച് 692. അപ്പോൾ ഈ രണ്ട് റേഞ്ചിൽ വന്നാൽ ഞാൻ വാങ്ങി ഈ ഒരു ടാർഗറ്റിൽ, മുകളിൽ പറഞ്ഞ ടാർഗറ്റിലേക്ക് ഞാൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ രണ്ട് സ്റ്റോക്കിൻ്റെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. സോ ഇത് ബേസിക്കലി എൻ്റെ മാത്രം ട്രേഡിംഗ് പ്ലാനാണ്. ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഈ സ്റ്റോക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നല്ല നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പ്രോഫിറ്റ് റൺ ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നവർ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല സപ്പോർട്ട് റേഞ്ചിൽ സ്റ്റോക്ക് വാങ്ങിയാൽ, നല്ല കമ്പനികൾ വാങ്ങിയാൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് പതിയാണെങ്കിൽ നമുക്ക് കിട്ടുമെന്നറിയാം. സോ അത്രയും ക്ഷമയുള്ളവരാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേർണിയിൽ ഇതുപോലത്തെ എൻ്റെ വീഡിയോ കണ്ട് അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ നല്ല കമ്പനികളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.